ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും SMD ഗെയിമിൻ്റെ വേറൊരു ഗെയിമിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വേറൊരു പുതിയൊരു മാച്ചായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. BR ആണ്, നമ്മുടെ സ്ക്വാഡ് ഫുള്ളുണ്ട്. ഇതിൽ നമുക്ക് ബോയ് അടുപ്പിക്കാം. കുറേ ദിവസമായിപ്പോൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ടു SMD ഗെയിമിംഗ് ഗായ്സ്. എനിക്ക് കേട്ടോ ഫ്ലാഗ്. അപ്പോൾ ക്ലോക്ക് ടവറിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ക്ലോക്ക് ടവറിൽ തന്നെ പോയി, എന്നിട്ട് അവിടുന്ന് കുറച്ച് എനിമീസിനൊക്കെ അടിച്ച് ഞാനിപ്പോൾ എന്താ പറയുക, സീസൺ കുറഞ്ഞിട്ട് ഇപ്പോൾ ഗോൾഡ് 2 കേട്ടോ. അങ്ങോട്ട് പോയിട്ടാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നു ഗൈസ്. എൻ്റെ അടുത്താണെങ്കിൽ ഒരു സ്ക്വാഡ് ഫുൾ സ്ക്വാഡ് എൻ്റെ അടുത്ത്. എന്നിട്ട് ഞാൻ അങ്ങനെ കയറി ചെന്നത് നോക്കുക ഗൈസ്. ഇങ്ങനെ പോയി നേരെ കയറി ചെന്നതും ഡബിൾ വെക്ടർ ഗൈസ്. ഡബിൾ വെക്ടർ ഞാൻ ആരാ മോൻ. ഡബിൾ വെക്ടർ കിട്ടി. അതുകൊണ്ട് അവൻ്റെ ഒരു ഇത് കിടക്കുന്നു. എന്താ ഇതിൻ്റെ പേര് എന്താണോ, സാന്തിന ക്യാരക്ടർ കിടക്കുന്നു. നോക്കുമ്പോൾ അതാ ഒരു എനിമി. അവൻ ആദ്യം യൂസ് ചെയ്യാണ്ട് അടിച്ച് ഗ്ലൂ ആൾട്ട് എനിക്ക് കുറച്ച് ഡാമേജൊക്കെ തന്ന് കുത്തി പിടിച്ച് നോക്കിട്ട് ഗൈസ്. എന്നിട്ട് ലൂട്ടൊക്കെ മെല്ലെ പെറുക്കി പോയി. ഇപ്പോൾ ലൈക്ക് ചെയ്യുക ഗൈസ്, ലൈക്ക് ചെയ്ത് കാണാം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, നമുക്ക് ട്രോഗൻ കിട്ടി. ഇനി ട്രോഗനും എക്സമേറ്റും വെച്ച് നമുക്ക് കളിക്കാം. എക്സമേറ്റ് വേണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും ഗണ്ണ് വെച്ച് കളിക്കാം. ട്രോഗൻ എന്തായാലും സെറ്റ് ഗണ്ണാ ഗൈസ്. കുത്തി പിടിച്ച പിന്നെ നോക്ക് കിടക്കും അവിടെ. എനിമിയുടെ സീന. ഓക്കെ, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക്, അവന്മാരെല്ലാവരും 3 പേര് ഒരു സ്ഥലത്ത് ഗൈസ്. എന്താ ചെയ്യുക? ഞാൻ മെല്ലെ പോയിട്ട് ഇവിടെ മറ്റേ സ്ക്വാഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ആ സ്ക്വാഡ് ഇങ്ങനെ പ്ലാനിട്ട് കളിക്കേണ്ടത് തോന്നുന്നു. നോക്കുമ്പോൾ അവന്മാരെ കാണാനില്ല. കുറേ നോക്കി അവന്മാരെ അടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തിനാ വെറുതെ ചൊറിയാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാക്ക് വലിഞ്ഞു. ഓടി ഞാൻ എൻ്റെ ടീംമേറ്റ്സിൻ്റെ അടുത്ത് പോകട്ടെ. കാരണം ഒറ്റയ്ക്ക് നിന്ന പണി പാലും വെള്ളത്തിലും കിട്ടും. അങ്ങനെ ഓടിപ്പോവാണ്. എത്ര പേരുണ്ട് ഗൈസ് കെയറോസ് ഇട്ട് കളിക്കുന്നവർ? ഞാൻ അറിയാണ്ട് കെയറോസ് ഇട്ട് കളിച്ച്. കെയറോസും കൊണ്ട് EP ഓക്കെ നല്ലതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 കില്ലൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ 1 കില്ലും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ചെക്കന്മാർ അടിയോടടി. ലോങ്ങിലൊരു എനിമി. ഞാൻ M14 എടുത്ത് അടിക്കാൻ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ട്രോഗണ വന്നു. ഇനിയിപ്പോൾ അവനെ നോക്കിട്ടായിരുന്നു. എന്നിട്ട് കറങ്ങി ചെല്ലുന്ന അവനെ അടിച്ചിടാം. അടി കിട്ടുമോ? അവൻ കണ്ടുണ്ടാവും നമ്മൾ. ചാൻസിൽ സൈലൻസർ ഉണ്ടല്ലോ. സൈലൻസർ ഉണ്ട്. ദോണ്ട താഴത്ത് ഒരു നൈസായിട്ട് ഒരു ഹെഡ് അടിച്ചിടാം അവനെ. കില്ലപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലേ പണി വാളും. ഇവിടെ നിറച്ചും എനിമിയാട്ടോ ഗൈസ്. നിറച്ചും ഫുൾ എനിമിയാ. 14 മെഡൊക്കെ ചെക്കൻ്റെ കയ്യിൽ. അവിടെ ഒരു എനിമി ഉണ്ടല്ലോ. അവിടെ ആയിട്ടൊരു എനിമി. ഇതുകൊണ്ട് വരുന്നു. ഇപ്പം വരട്ടെ ഗൈസ്. കണ്ടില്ലേ, ഇതാകൊണ്ട് എനിമി. അവനടിക്കുമ്പോൾ ഇവിടുന്ന് ഒരു ബോട്ട് തന്നെ അടിച്ചുകൊണ്ട് നിൽക്കണം. എന്തായാലും ബോട്ടല്ലേ പറഞ്ഞാൽ അടിക്കുമ്പോൾ അവരെന്നെയും നോക്കിട്ട് ഗൈസ്. കഷ്ടം. എന്നെ നോക്കിട്ട് ഞാൻ പറയുന്നുണ്ട് മറ്റേ ബ്ലാക്ക് ഹോള് എൻ്റെ ടീംമേറ്റിൻ്റെ അടുത്ത്, വാടാ ഓടി വാടാന്ന്. അവൻ വരണ്ടേ 41 മീറ്റർ തന്നെ ഇപ്പോഴും വരുന്നില്ല. മറ്റവൻ വന്ന് ഇവനെ അവൻ്റെ ടീംമേറ്റ് വന്ന് അവനെ റിവൈവ് ചെയ്തു. അപ്പോഴേക്കും എൻ്റെ ടീമിലത്തെ മറ്റേ സൈറക്സ് പറഞ്ഞ 4 നമ്പർ അവനെ അടിച്ചിട്ടുണ്ട്. എന്തായാലും എന്നെ റിവൈവ് ചെയ്ത് മെഡൊക്കെ അടിച്ച് നമുക്ക് മെല്ലെ എന്താ പറയുക, പീക്കിൻ്റെ സൈഡിലോട്ട് വിടാം. ഇതുവരെ M14 4 സ്കോപ്പിലൊക്കെ സീനാട്ടോ ഗൈസ്. ഇങ്ങോട്ട് വന്നപ്പോഴാണ് എന്താ പറയുക, നമ്മളിവിടെ ആകെ ലാസ്റ്റ് ഒരു എനിമിയും കൂടി ഉള്ളൂ കേട്ടോ. ആ എനിമി സോളോ ആണ്. ഞാൻ കയറി ചെന്ന് ട്രോഗൻ എടുക്കുക.
കയറി ചെന്ന് ട്രോഗനെടുത്ത് കുത്തി പിടിച്ച് ചെക്കൻ ചത്ത് ഗൈസ്. അങ്ങനെ എന്തായാലും ഈ കളി നമ്മൾ പോയി അടിച്ചിട്ടുണ്ട്. ഒരാൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്, ഷെയർ ചെയ്യുക ഗൈസ്, സബ് ചെയ്യുക കേട്ടോ, മറക്കരുത് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ അടുത്ത ദിവസം. ബായ്.